قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يسألونك ماذا أحل لهم قل أحل لكم الطيبات وما علمتم من الجوارح مكلبين تعلمونهن مما علمكم الله فكلوا مما أمسكن عليكم واذكروا اسم الله عليه واتقوا الله إن الله سريع الحساب صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ-റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വാർത്ത നസീറ എന്ന് പറയുന്ന വയനാട് പിണങ്ങോട് സ്വദേശിനിയായ നസീറ ഒരു തെരുവ് നായയെ ചേർത്ത് പിടിച്ച് അതിൻ്റെ വായിൽ അകപ്പെട്ട ഒരു എല്ലിൻ കഷ്ണം പുറത്തെടുക്കുകയും അങ്ങനെ ആ നായയെ രക്ഷിക്കുകയും ചെയ്ത വാർത്തയാണ് വൈറലായത്. നമ്മുടെ ഒട്ടുമിക്ക എല്ലാ ചാനലുകളും ആ വാർത്ത വളരെ എക്സ്ക്ലൂസീവായിട്ട് നൽകുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നസീറയുടെ ആ പ്രവർത്തനം, ആ സൽപ്രവൃത്തി വളരെ ഗംഭീരമായി സ്വാഗതം ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ മലപ്പുറത്തെ ഏതെങ്കിലും ഒരു കാക്ക ഒരു പട്ടിയെ കല്ലെറിഞ്ഞാൽ അതിൻ്റെ ചിത്രവും അതിൻ്റെ ചരിത്രവും ഒക്കെ ഉൾപ്പെടുത്തി അതിനകത്തേക്ക് മുഹമ്മദ് നബിയെയും ഇസ്ലാമിനെയും ഒക്കെ വലിച്ചടച്ച് കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്ന മുഖ്യമായും 3 ചാനലുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആ വിഷയം കണ്ടതേയില്ല. അങ്ങനെ ഒരു സംഭവം നടന്നത് കണ്ടിട്ടേയില്ല. ജനൻ TV അത് കണ്ടില്ല, കർമ്മ ന്യൂസ് അത് കണ്ടില്ല, ഷാജൻ സ്കറിയയുടെ ചാനലും അത് കണ്ടില്ല, മറുനാടൻ മലയാളി അത് കണ്ടില്ല. കാണാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ആ സൽക്കർമ്മം ചെയ്തത് ഒരു മുസ്ലിം സ്ത്രീയാണ് എന്നത് മാത്രമാണ് അതിന് കാരണം. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ക്ഷീരമുള്ള ഒരകിട്ടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ രൂപത്തിൽ എന്ത് മനുഷ്യത്വം തുളുമ്പുന്ന പരിപാടി നടന്നാലും അവർക്ക് ഏറ്റവും കൗതുകരമായിട്ടുള്ളത്, ഇഷ്ടമുള്ളത്, വരുമാനമുണ്ടാക്കാൻ സാധ്യതയുള്ളത് അത് ഇസ്ലാം വിമർശനവും മുസ്ലിം വിമർശനവും മുഹമ്മദ് നബി വിമർശനവുമാണ് എന്നതാണ് നമ്മളിപ്പോൾ കാലികമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. എന്തായാലും എന്തുമാകട്ടെ, ആ സൽപ്രവൃത്തി ചെയ്ത നസീറയുടെ ആ സൽക്കർമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്കും അവസരങ്ങൾ ഉണ്ടാവുകയും നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നൽകി സഹായിക്കുമാറാകട്ടെ. ഇത്രയും വൈറലായി ഇത് ചർച്ച ചെയ്യാൻ 3 കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, ഈ പുതിയ കാലത്ത് ആളുകളെല്ലാം സ്വാർത്ഥരാണ്. സ്വാർത്ഥതക്ക് മേധാവിത്വം ജീവിതത്തിൽ ലഭിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകൾക്കൊന്നും ഇതിനൊരു സമയമില്ല. ഇതിനൊന്നും വേണ്ടി സമയം ചെലവഴിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ത്യാഗം അനുഭവിക്കാനോ ഒന്നും ആരും സന്നദ്ധമല്ല.
അതുകൊണ്ട് തന്നെയാണ് സ്വാർത്ഥതക്ക് മേധാവിത്വം നേടിയ ഈ കാലത്ത് ഒരു പട്ടിയുടെ വായിൽ നിന്ന് എല്ലെടുക്കുന്നത് പോലും, കുടുങ്ങി എല്ലെടുക്കുന്നത് പോലും വൈറലാകാനുള്ള ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു തെരുവുനായയാണ്. തെരുവുനായ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഒരുപാട് ആളുകൾ ആശുപത്രിയിൽ പോവുകയും ഇഞ്ചക്ഷൻ എടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന വലിയ അളവിൽ തെരുവുനായ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും തെരുവുനായയെ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരാൾ, അതും ഒരു സ്ത്രീ, ആ തെരുവുനായയെ ചേർത്ത് പിടിച്ച്, നമ്മളൊക്കെ ചാനലുകളിൽ കണ്ടതാണ്, അതിൻ്റെ താടക്ക് കൈവച്ച് അതിനെ വളരെ ചേർത്ത് പിടിച്ച് അതിൻ്റെ വാ പൊളിച്ച് ആ എല്ലെടുത്തത്. അപ്പം അത് ചർച്ചയായത് അതുകൊണ്ടാണ്, തെരുവുനായ ആയതുകൊണ്ടാണ്. മൂന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ചാനലുകൾ ഇത് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണോ അതേ കാരണം കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള ചാനലുകളെല്ലാം ഇത് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ആ 3 ചാനൽ അത് കൊടുക്കാതിരുന്നത് ആ സ്ത്രീ മുസ്ലിം ആയതുകൊണ്ടാണ്. എന്നാൽ ബാക്കിയുള്ള ചാനലുകളെല്ലാം ഇത് വളരെ സജീവമായി ചർച്ച ചെയ്തതിൻ്റെ പ്രധാന കാരണം ഈ സ്ത്രീ ഒരു മുസ്ലിമാണ്. ആ മുസ്ലിമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നായ ഒരു ഹറാമായ ജീവിയാണ്, അതിനെ തൊടാൻ പാടില്ലാത്ത ജീവിയാണ്, തൊട്ടാൽ കഴുകണം, മുട്ടിയാൽ കഴുകണം, അങ്ങനെ മൊത്തത്തിൽ നജസായ ഒരു ജീവിയാണ് നായ എന്ന ഒരു പൊതുബോധം മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഒരാൾ, അതും ഒരു മുസ്ലിം സ്ത്രീ, ഇങ്ങനെ ഒരു നായയെ ചേർത്ത് പിടിച്ച് അതിൻ്റെ വായിൽ കുടുങ്ങിയ എല്ലിൻ കഷ്ണം എടുത്ത് കളയുക എന്ന് പറയുമ്പോൾ അത് എക്സ്ക്ലൂസീവായി വന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഞാൻ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ഈ നായ എന്ന് പറയുന്ന ഒരു ജീവി, അതിനെ അങ്ങനെ ഒരു നജസായിട്ട് കാണേണ്ട ഒരു ജീവി ആണോ യഥാർത്ഥത്തിൽ? നേരത്തെ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അത് മാത്രം മനസ്സിലാക്കാനല്ല, വേറെ ചില കാര്യങ്ങളും കൂടി നമ്മൾ ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് പറയുന്നത്. അങ്ങനെ തൊട്ടാൽ കുളിക്കേണ്ട, തൊടാൻ പാടില്ലാത്ത, തലോടാൻ പാടില്ലാത്ത ഒരു ജീവിയാണോ യഥാർത്ഥത്തിൽ നായ എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. ഒരിക്കലും അങ്ങനെ അസ്പർശ്യതയുള്ള ഒരു ജീവിയല്ല നായ. നമ്മൾ പഠിച്ചാൽ, ആ ജീവിയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ഇന്ന് ഭൂമിക്ക് മുകളിൽ മനുഷ്യന് ഏറ്റവും ഉപകാരമുള്ള ഒരു ജീവിയാണ് നായ എന്ന് പറയുന്നത്. ഏറ്റവും നന്ദിയുള്ള, ഉണ്ട ചോറിന് നന്ദി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന ഭൂമിക്ക് മുകളിലുള്ള ജീവികളിൽ, ഭൂമിക്ക് മുകളിൽ ഒരുപാട് സ്പീഷീസ് ഉണ്ട്, ലക്ഷക്കണക്കിന് സ്പീഷീസ് ഭൂമിക്ക് മുകളിൽ. ആ ജീവികളിൽ മനുഷ്യന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, മനുഷ്യനോട് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിയാണ് നായ എന്ന് പറയുന്നത്. അതിനെ നമ്മളങ്ങനെ തൊടാൻ പാടില്ലാത്ത, മുട്ടാൻ പാടില്ലാത്ത, തൊട്ടാൽ പോയി കുളിക്കേണ്ട, കഴുകേണ്ട ഒരു ജീവിയായി കാണേണ്ടതില്ല. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇറിറ്റേഷൻ തോന്നിയേക്കും. എന്ത് തോന്നിയാലും വസ്തുത തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ, ലോകത്ത് ഈ ജീവിയെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ ലോകത്ത് മനുഷ്യൻ ഒരു ജീവിയെയും ഉപയോഗപ്പെടുത്തുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ മാത്രമുള്ള ഫാക്കൽറ്റി, കഴിവ് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഡിറ്റക്ഷന് വേണ്ടിയിട്ട്, തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ജീവിയെ മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്, വസ്തുക്കളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, എയർപോർട്ടിലൊക്കെ ബാഗുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനകത്ത് ബോംബുണ്ടോ അല്ലെങ്കിൽ സ്ഫോടന വസ്തുക്കളുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ നായയെ ഉപയോഗിക്കുന്നത് ലോകത്ത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഒരാളോ ഒരു സ്ഥലത്തോ 2 സ്ഥലത്തോ ഒന്നുമല്ല, ഗ്ലോബലായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എയർപോർട്ടുകളിലും അതുപോലുള്ള സംഗതികളിലും. അതുപോലെ തന്നെ സെർച്ച് റെസ്ക്യൂ രംഗത്ത്, രക്ഷാപ്രവർത്തന രംഗത്ത് നായയെ മനുഷ്യൻ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പണ്ടുകാലത്തും മനുഷ്യൻ നായയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. കന്നുകാലി കൂട്ടങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നായയെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, ആ കാലഘട്ടത്തിലും അതിനു മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ ഈ നായയെ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു. ഹെർഡിങ് ഡോഗ് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടമായിട്ട് നമ്മുടെ ആടിനെയൊക്കെ വളർത്തുമ്പോൾ, ചെമ്മരി ആടിനെയും ആടിനെയൊക്കെ വളർത്തുമ്പോൾ അവയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗാർഡായിട്ട് നായയെ വളർത്തി അവയുടെ കൂട്ടത്തിൽ അതിനെ പറഞ്ഞു വിടും. അപ്പോൾ
ആട്ടിടയനൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതില്ല, ഈ നായ ശ്രദ്ധിച്ചോളും ആ ആടുകളെയൊക്കെ. ആ തിരിച്ചറിവും ആ ഒരു ബോധവുമൊക്കെ ആ നായക്ക് അള്ളാഹു കൊടുത്തതാണ്. അതുപോലെ തന്നെ മിൽക്ക് ഡെലിവറി, പാല് കടകളിൽ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നും ലോകത്ത് മനുഷ്യൻ നായയെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ ലോബ്സ്റ്റർ കാച്ചിങ് എന്ന് പറയുന്നത്. ലോബ്സ്റ്റർ കാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞണ്ടിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നായയെ മനുഷ്യൻ ലോകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സ്ലെഡ്ജ് ഡോഗ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ ഈ അവിടെ ഓടിക്കുന്ന വണ്ടി വലിക്കാൻ വേണ്ടിയിട്ട് നായയെ മനുഷ്യൻ ഇന്നും നമുക്കത് യൂട്യൂബിൽ ലഭ്യമാണ്. ഇപ്പം ഈ വിവരങ്ങളൊക്കെ നമുക്ക് അങ്ങനെയാണോ എന്ന് തന്നെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ അടിച്ചാൽ നമുക്ക് ആ ചിത്രങ്ങൾ സഹിതം വീഡിയോ സഹിതം നമുക്ക് ലഭ്യമാണ്. ആ സ്ലെഡ്ജ് ഡോഗ് എന്ന് പറയുന്നത് ഈ ഹിമവണ്ടി വലിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്നതാണ്. അതിന് പുറമേ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് പോലീസ് ഡോഗ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ നാട്ടിൽ കാണുന്നതാണ്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, DYSP റാങ്കിലുള്ള നായയുണ്ട്. DYSP റാങ്കിലുള്ള, നമ്മൾ DYSP പോലീസ് ഉദ്യോഗസ്ഥന്മാരാണല്ലോ കാട്ടിയിട്ടുള്ളത്. DYSP റാങ്കിലുള്ള നായയുണ്ട് നമ്മുടെ കേരളത്തിൽ. അതേപോലെ തന്നെ മിലിറ്ററി ഡോഗ്, പട്ടാളക്കാർ സുരക്ഷയ്ക്കും അതേപോലെ തന്നെ മറ്റ് സൈനികമായ ഉദ്ദേശങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നായകളുണ്ട്. അതുപോലെ തന്നെ ഗാർഡായിട്ട്, വീടുകളിൽ ഗാർഡായിട്ട് ഉപയോഗിക്കുന്ന നായയുണ്ട്. അതൊക്കെ നമുക്ക് പരിചയമുള്ള നായയാണ്, പരിചയമുള്ള കാര്യങ്ങളാണ് നായനെ ഗാർഡായിട്ട് ഉപയോഗിക്കുന്നു പറയുന്നത്. ഈ ഗാർഡായിട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഹണ്ടിങ് ഡോഗ്, വേട്ടകൾക്ക് വേണ്ടിയിട്ട് നായയെ ഉപയോഗിക്കുക. ഹണ്ടിങ് ഡോഗ്, അതേപോലെ തന്നെ ഗാർഡ് ഡോഗ്, അതേപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് ഡോഗ്, ഹെർഡിങ് ഡോഗ് എന്നൊക്കെ പറയുന്നത് ഈ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നായയെ ഉപയോഗിക്കുന്നത് പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. ഈ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്തും അതിനു മുമ്പുള്ള കാലത്തും വ്യാപകമായിട്ട് കൾട്ടിവേഷൻ, കൃഷിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നായയെ ഉപയോഗിച്ചിരുന്നു. സഹാബികൾ അത് ചെയ്തിരുന്നു. കൃഷിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നായയെ ഉപയോഗിച്ചിരുന്നു. ഹദീസിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ക്രൈസിസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ക്രൈസിസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ ദിവസം ജൂൺ 9 കേരളത്തിലെ പത്രങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു. ഹിമാചൽ പ്രദേശിൽ 67 ജീവനുകൾ രക്ഷിച്ചു നായകൾ. അതെന്താന്ന് ചോദിച്ചാൽ, അപകടം വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും അതുപോലെയുള്ള ക്രൈസിസ് വരുമ്പോൾ നായകൾക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി വളർത്തുനായ അടക്കമുള്ള നായകൾ വലിയ ശബ്ദത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആകെ ചുറ്റും വെള്ളവും കാര്യങ്ങളും, വീടിന് പൊട്ടു വീണിരിക്കുന്നു, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടത്. അങ്ങനെ 67 ജീവനാണ് നായകൾ മുഖേന രക്ഷപ്പെട്ടത്. എന്തിനേറെ, നമ്മുടെ ഈ വയനാട് ഉരുൾപൊട്ടലും ഒക്കെ നടന്ന സന്ദർഭത്തിൽ അവിടെ ഈ മിലിറ്ററി ഡോഗിനെ ഉപയോഗിച്ചിരുന്നു, പോലീസ് ഡോഗിനെ ഉപയോഗിച്ചിരുന്നു, അങ്ങനെയുള്ള നായകളെയൊക്കെ ഉപയോഗിച്ചിരുന്നു. ഈ നായകൾക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ മൂക്കിനകത്ത് ഈ സ്മെല്ല് ക്യാച്ച് ചെയ്യാനുള്ള, റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്, സ്വീകരണികളുണ്ട്. ഇത് മനുഷ്യൻ്റെ മൂക്കിൽ ഏതാണ്ട് 50 ലക്ഷം സ്വീകരണികൾ മാത്രമാണുള്ളത്. 50 ലക്ഷം സ്വീകരണികൾ മാത്രമാണുള്ളത്. നമ്മൾ ആ റിസപ്റ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ മണം പിടിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ഡോഗുകൾ അഥവാ ജർമ്മൻ ഷെപ്പേർഡ്, ബെൽജിയം മലിനോയിസ് എന്നൊക്കെ പറയുന്ന കൂടിയ ഡോഗുകളുണ്ട്. വലിയ വിലയാണ് അതിനൊക്കെ. ഈ ഡോഗുകളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ഡോഗുകളുടെ പ്രത്യേകത അവരുടെ മൂക്കിനകത്ത് 22.5 കോടി റിസപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മൂക്കിൽ 50 ലക്ഷം ഉണ്ടാകുമ്പോൾ അവരുടെ മൂക്കിലുള്ളത് 22.5 കോടി റിസപ്റ്റേഴ്സാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് 12 മീറ്റർ താഴെ കുഴിച്ചിട്ട വസ്തുക്കൾ അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. 20 കിലോമീറ്റർ അപ്പുറത്തുള്ള വസ്തുക്കളെ കാറ്റിൻ്റെ സഹായത്തോടു കൂടി അവർക്ക് മണത്തറിയാൻ പറ്റും. മണത്തറിയാൻ പറ്റുമെന്ന് മാത്രമല്ല, വേർതിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടുകൂടിയാണ് ഇതിനൊക്കെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അതിൻ്റെ കഴിവാണ്. ഈ 22 കിലോമീറ്റർ ദൂരത്തിലുള്ള വസ്തുവിനെ തിരിച്ചറിയണത് അതിന് വേട്ടയാടാൻ, അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ അത് കൊടുത്തത്. 12 മീറ്റർ താഴെയുള്ള വസ്തുവിനെ അത് തിരിച്ചറിയാനുള്ള കഴിവെന്തിനാ അതിനല്ല കൊടുത്തത്? അതിനല്ല കൊടുത്തതെന്തിനാന്ന് ചോദിച്ചാൽ ആ കഴിവല്ല കൊടുത്തതാണ്, അത് മനുഷ്യന് ഉപയോഗിക്കാനുള്ളതാണ്. അത് മനുഷ്യൻ ഇന്ന് ലോകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ കൃത്യമായി അതിനെ ട്രെയിൻ ചെയ്ത് മനുഷ്യൻ അതിനെ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ള കൊടുത്ത ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് നമുക്ക് കാണാം. എല്ലാറ്റിനെയും നിനക്ക് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് അള്ള സൃഷ്ടിച്ചത്. അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുക എന്നൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവില്ല. നമുക്ക് പ്രത്യക്ഷത്തിൽ ഉപകാരപ്പെടാത്ത ജീവികളെല്ലാം
ഒരർത്ഥത്തിൽ ഇൻഡിറക്റ്റ് ആയിട്ട് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നായ, ഇങ്ങനെയുള്ള ഒരു വസ്തു, അഥവാ മനുഷ്യന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള, മനുഷ്യനോട് ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിയെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ വെറുത്തത്? നമ്മൾ എങ്ങനെയാണ് വെറുത്തത്? അങ്ങനെ തൊടാൻ പാടില്ല, തൊട്ടാൽ കുളിക്കണം, അല്ലെങ്കിൽ കഴുകണം, മണ്ണിട്ട് കഴുകണം, ഇങ്ങനെയുള്ള ധാരണ, ഇതൊരു അസ്പൃശ്യ ജീവിയാണ്. മൊത്തത്തിൽ മുസ്ലിം സമൂഹം ഇങ്ങനെയുള്ള ഒരു ജീവിയെ വെറുക്കുന്നു, നായവിരോധമുള്ള ഒരു സമൂഹമാണ് നമ്മൾ എന്ന ആളുകൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നായ സമീപനം കൊണ്ട് തന്നെയാണ്. അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ധരിക്കണതാണ്, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും മുസ്ലിം സമൂഹത്തിൽ ഒരു നായവിരോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് വിശുദ്ധ ഖുർആൻ ഉത്തരവാദിയാണോ? അല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതിന് ഉത്തരവാദിയാണോ? അല്ല. പിന്നെ ആരാണ് ഇതിന് ഉത്തരവാദി? ഇതിന് ഉത്തരവാദി ആരാന്ന് ചോദിച്ചാൽ മദ്ഹബുകളിലെ മസലകൾ ഇങ്ങനെ പറഞ്ഞ് ആകെ ഒസുവാസ് ഉണ്ടാക്കി, ആശയക്കുഴപ്പം സൃഷ്ടിച്ച് അതിൻ്റെ ബലത്തിൽ മുസ്ലിങ്ങൾ പാരമ്പര്യമായി രൂപപ്പെടുത്തിയെടുത്ത ഒരു നായവിരോധമുണ്ട്. ആ നായവിരോധമാണ് ഈ ധാരണക്കൊക്കെ കാരണം. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, മറ്റു പല വിഷയങ്ങളിലും നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ട്. പാരമ്പര്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതേപോലെ തന്നെ മദ്ഹബുകളുടെ കർമ്മശാസ്ത്ര മസലകൾ പറഞ്ഞ് ആകെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു സമീപന രീതിയുണ്ട്. ഇതൊക്കെ പല വിഷയങ്ങളിലും നമുക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ തന്നെ പറഞ്ഞു, നമ്മളെല്ലാത്തിനും നോക്കി കാണുന്നത് ഈ മസലകളുടെ, കർമ്മശാസ്ത്ര മസലകളുടെ കണ്ണിലൂടെയും കണ്ണടയിലൂടെയും ഒക്കെയാണ്. നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത്, ഇന്ന് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് ഷാഫി മദ്ഹബിലാണ്. അപ്പൊ നമ്മുടെ പണ്ഡിതന്മാർ, മുഖ്യധാര മുസ്ലിം സമൂഹത്തെ നയിക്കുന്ന പണ്ഡിതന്മാർ പറയുന്ന മസലകൾ ഷാഫി മദ്ഹബിന്റെ മസലകളാണ്. ഈ ഷാഫി മദ്ഹബിന്റെ മസലകൾ നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ അവതരിപ്പിക്കുമ്പോൾ അത് ഇസ്ലാമിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നിയമങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അതെന്താണ്? ഷാഫി മദ്ഹബിലെ ഒരു അഭിപ്രായം മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, 4 മദ്ഹബുണ്ട് ലോകത്ത്. ഇമാം അബു ഹനീഫ, അതേപോലെ ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക് റഹിമഹുല്ല, ഇങ്ങനെയുള്ള 4 മദ്ഹബുണ്ട്. ഈ 4 മദ്ഹബിന്റെ ആളുകളും 4 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 70 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇമാം അബു ഹനീഫ ജനിക്കുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 83 കൊല്ലം കഴിഞ്ഞിട്ടാണ് മാലിക് ഇമാം ജനിക്കുന്നത്. 83 കൊല്ലം കഴിഞ്ഞിട്ട്, അഥവാ 8 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട്. ഇമാം ഷാഫി ജനിക്കുന്നത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 140 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജനിക്കുന്നത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 160 കൊല്ലം കഴിഞ്ഞിട്ടാണ്. പ്രവാചകന്റെ കാലഘട്ടവുമായി ഏറ്റവും അടുത്തത് ഇമാം അബു ഹനീഫയാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാകണമെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 140 കൊല്ലം കഴിഞ്ഞ് ജനിച്ചതാണ്. പ്രവാചകൻ വഫാത്തായി 140 കൊല്ലം കഴിഞ്ഞാണ് ഇമാം ഷാഫി ജനിക്കുന്നത്. ഷാഫി ജനിച്ചത് എവിടെയാണ്? മക്കയിലും മദീനയിലും അല്ല, ഫലസ്തീനിലാണ് ജനിച്ചത്. ഫലസ്തീനിൽ ജനിച്ച ഇമാം ഷാഫി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനും ഹദീസും മുന്നിൽ വച്ചിട്ട് അദ്ദേഹം ഗവേഷണം നടത്തി കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് ആണ്, അദ്ദേഹത്തിന്റെ ആ കണ്ടെത്തലാണ്, ആ വിഷയത്തിലുള്ള ഓരോ വിഷയത്തിലുമുള്ള അദ്ദേഹത്തിന്റെ പേഴ്സ്പെക്റ്റീവാണ് ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇമാം അബു ഹനീഫക്ക് കാഴ്ചപ്പാടുണ്ട് വേറെ, ഇതുപോലെ തന്നെ ഇമാം മാലിക്കിനുണ്ട്, ഇതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലുണ്ട്. അത് ഇവർ പറയുന്നത് വ്യത്യസ്തവുമാണ്. മദ്ഹബുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത ഈ നിസാര സംഭവങ്ങളെ മുസ്ലിങ്ങളുടെ ജീവിതത്തിലുള്ളൂ. ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളിലും മദ്ഹബുകൾ തമ്മിൽ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഓരോ മദ്ഹബിന്റെ ആളുകളും പറയുന്നത് അവരുടെ മദ്ഹബിന്റെ പെർസ്പെക്റ്റീവാണ്, കാഴ്ചപ്പാടുകളാണ്. ഇത് അവതരിപ്പിക്കുന്നതാകട്ടെ ഇസ്ലാമിന്റെ അടിയുറച്ച പെർസ്പെക്റ്റീവാണ് എന്നുള്ള നിലക്കാണ് അവതരിപ്പിക്കുന്നത്. ഇതാണ് വ്യത്യാസം. അപ്പൊ കേരളത്തിലെ ബഹുമാന്യരായ പണ്ഡിതന്മാർ പറയുന്നത് ഷാഫി മദ്ഹബിന്റെ നിലപാടാണ്. ഈ നിലപാട് അവതരിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നമ്മൾ എന്താണ് വിചാരിക്കുക? ഇതാണ് അള്ളാഹുവും റസൂലും തീർത്തു പറഞ്ഞ കാര്യം എന്നാണ് നമ്മൾ വിചാരിക്കുക. യഥാർത്ഥത്തിൽ അതെന്തെന്നാ? ഒരു മദ്ഹബിന്റെ അഭിപ്രായം മാത്രമാണ്. ഇതാണ് വസ്തുത. പ്രവാചകന്റെ വഫാത്തിന് ശേഷം 170 കൊല്ലം കഴിഞ്ഞാണ് ഇമാം ഷാഫി ഫത്വ കൊടുക്കാൻ തുടങ്ങിയത് തന്നെ.
അപ്പൊ ഈ അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഇടയിൽ, ഷാഫി മദ്ഹബിന്റെ ആളുകളാണ് ഭൂരിപക്ഷം എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ആ മദ്ഹബിന്റെ കാഴ്ചപ്പാടുകൾക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മദ്ഹബിന്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഷാഫി മദ്ഹബോ ഹനഫി മദ്ഹബോ ആ ഇമാമുകളോ മോശക്കാരാണെന്നല്ല ഞാൻ ഇതിലൂടെ പറഞ്ഞു വരുന്നത്. അവരുടെ അഭിപ്രായങ്ങളൊന്നും നമ്മൾ ഈ ഒരു കാരണവശാലും പരിഗണിക്കേണ്ടതില്ല എന്നുമല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. അഥവാ മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അത് ഇസ്ലാമിന്റെ നിലപാടാണ്, അടിയുറച്ച നിലപാടാണ് എന്ന ധാരണ സൃഷ്ടിക്കാൻ ഇവിടെ ശ്രമിക്കുന്നു. അതാണ് ഈ നായയുടെ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട എന്താണ്? നമ്മൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തത ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് നമ്മൾ ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കണം. രണ്ടാമത് ഇസ്ലാമിനെ വിശുദ്ധ ഖുർആനിലൂടെ പഠിക്കാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളോ അവ്യക്തതകളോ ഒക്കെ ഉണ്ടാകും. ഇതിനൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും പടച്ചാമ്പുരാൻ നമുക്ക് ഇന്ന് തന്നിട്ടുണ്ട്. നമ്മളതിന് സന്നദ്ധമല്ല, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ മുട്ടുസൂചി എന്തെങ്കിലും മാറ്റിയിടണമെങ്കിലും 10 രൂപ കിട്ടണം എന്ന മാനസികാവസ്ഥയിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ പഠിച്ച് സമയം കളയേണ്ട കാര്യമില്ലല്ലോ എന്ന ചിന്തയാണ് നമ്മളൊക്കെ നയിക്കുന്നത്. അപ്പം ഇതൊക്കെ പഠിക്കാൻ നമ്മൾ സന്നദ്ധമാകണം. വിശുദ്ധ ഖുർആനിലൂടെ ഇത് പഠിക്കാനും നമ്മൾ സന്നദ്ധമാകണം. അങ്ങനെ സന്നദ്ധമാകുമ്പോൾ നമുക്ക് ചില സംഗതികൾ തിരിയും. ഇപ്പം ഇത് സംബന്ധമായി ചില സംഗതികൾ ഞാൻ പറയാം. വിശുദ്ധ ഖുർആനിൽ 3 അധ്യായങ്ങളിലൂടെ 4 സൂക്തങ്ങളിലൂടെ 6 തവണ നായയെ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. 3 അധ്യായങ്ങളിലൂടെ 4 സൂക്തങ്ങളിലൂടെ 6 സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പട്ടി എന്ന് വിളിക്കുന്ന നായയെ പരാമർശിക്കുന്നുണ്ട്. അതിൽ 5 സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പോസിറ്റീവ് വൈബിലാണ് നായയെ കുറിച്ച് പറയുന്നത്. 5 സ്ഥലത്തും പോസിറ്റീവ് സെൻസിലാണ് പറയുന്നത്. സൂറത്തുൽ മാഇദയിലുണ്ട്, ആറാഫിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്താണല്ലോ സൂറത്തുൽ കഹ്ഫ് 18-ാം അധ്യായം. അതിനകത്തുണ്ട് പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്നത്. 2 ആയത്തുകളിലൂടെ 4 സ്ഥലത്ത് കൽബ് എന്ന് തന്നെ പറയുന്നുണ്ട്, പട്ടി എന്ന് തന്നെ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, പോസിറ്റീവ് വൈബിലാണത് പറയുന്നത്, നെഗറ്റീവ് വൈബിലല്ല, പോസിറ്റീവ് വൈബിലാണ് പറയുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിൽ ഒറ്റ ആയത്തിൽ തന്നെ 3 പ്രാവശ്യം ഒരു ജീവിയുടെ പേര് പറയുന്നുണ്ടെങ്കിൽ അത് ഈ നായയെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം 22-ാം സൂക്തത്തിൽ 3 പ്രാവശ്യം അടുപ്പിച്ച് ഒറ്റ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം ഈ നായ ആരുടെ നായയാണ്? ഈ നായ അസ്ഹാബുൽ കഹ്ഫിന്റെ നായയാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ കഹ്ഫ് ആരാണ്? അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ചെറുപ്പക്കാരാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളായ ചെറുപ്പക്കാരാണ് ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ നായ, അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നത്. തങ്ങളുടെ സത്യവിശ്വാസം, ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഗുഹയിൽ, മർദ്ദക ഭരണാധികാരിയുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ച ഏതാനും യുവാക്കളാണ് നമ്മൾ ഈ അസ്ഹാബ് എന്ന് പറയുന്നത്, ഈ അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികൾ എന്ന് പറയുന്നത്. അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, അവർ ചെറുപ്പക്കാരാണ്, അവർ മുസ്ലിങ്ങളാണ്, ഇതെല്ലാമാണ്. അവരെക്കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ 18-ാം അധ്യായമായ സൂറത്തുൽ കഹ്ഫിൽ 22-ാമത്തെ സൂക്തത്തിൽ അല്ലാഹ് ആ നായയെ അവതരിപ്പിക്കുന്ന രീതി നിങ്ങളൊന്ന് ഒന്ന് കേട്ടു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സയഖൂലൂന സലാസത്തുൻ, അവർ 3 പേരാണ്. ആര്? ഈ അസ്ഹാബുൽ കഹ്ഫിലെ യുവാക്കൾ 3 പേരാണ് എന്ന ആളുകൾ പറയുന്നു. റാബിഉഹും കൽബുഹും, 4ാമത്തേത് അവരുടെ നായ. ആളുകൾ പറയുന്നു അവർ 5 പേരാണ്. ആളുകൾ പറയുന്നു 6ാമത്തേത് അവരുടെ നായ. ആളുകൾ പറയുന്നു 7 പേരാണെന്ന്. 8ാമത്തേത് സാമിനുഹും കൽബുഹും, അവരുടെ നായ. ഇവിടെ അള്ളാഹ്ക്ക് പറയാൻ ഒരുപാട് രീതികളുണ്ട്. അള്ളാഹ് പറയുന്നത് അവർ 3 പേരാണ്, 4ാമത്തേത് നായ. അവർ 5 പേരാണ്, 6ാമത്തേത് നായ. അവർ 7 പേരാണ്, 8ാമത്തേത് നായ എന്നല്ല അള്ളാഹ് പറയുന്നത്. അള്ളാഹ് അങ്ങനെ പറഞ്ഞൂടെ? അള്ളാഹ് അങ്ങനെ പറയാലോ. അതിന് പകരം എന്താ പറയുന്നത്? റാബിഉഹും കൽബുഹും, അവരിൽ 4ാമത്തേത് അവരുടെ നായ. സാദിസുഹും കൽബുഹും, അവരിൽ 6ാമത്തേത് അവരുടെ നായ. വസാമിനുഹും കൽബുഹും, അവരിൽ 8ാമത്തേത് അവരുടെ നായ. അവരുടെ നായ അവരിൽ 4ാമത്തേത്
അവരിൽ നാലാമത്തേത്, അവരിൽ പിന്നെ ആറാമത്തേത്, അവരിൽ എട്ടാമത്തേത്. അവരുടെ നായ എന്നാ പറയുന്നത്. ആ നായയെ അവരിൽ പെടുത്തി അള്ളാഹു ഗ്ലോറിഫൈ ചെയ്തിരിക്കുകയാണ്, മഹത്വവൽക്കരിച്ചിരിക്കുകയാണ്. ഏതോ എങ്ങാണ്ട് കിടന്ന നായ എന്നൊന്നും അല്ല പറയുന്നത്. അവരുടെ നായ, അവരിൽ നാലാമത്തേത് അവരുടെ നായ, അവരിൽ ആറാമത്തേത് അവരുടെ നായ, അവരിൽ എട്ടാമത്തേത് അവരുടെ നായ, അവരിൽ എട്ടാമത്തേത്, അവരിൽ ആറാമത്തേത്, അവരിൽ നാലാമത്തേത് അവരുടെ നായ. ഒന്ന് ആലോചിച്ച് നോക്കണം. പോസിറ്റീവ് വൈബിലാണ് ഇതൊക്കെ സംസാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല, നെഗറ്റീവ് വൈബിലല്ല. ഇതാണ് ഒരു കാര്യം. ആ ജീവിയാണ് നമ്മൾ തൊടാൻ പാടില്ല. ഇത് ഔലിയാക്കളുടെ നായാണിത്. അതാ രസം. ആരെങ്കിലും വീടാക്കാൻ വേണ്ടി വളർത്തിയ നായയെ കുറിച്ചല്ല. അവരുടെ ഗുഹാമുഖത്ത് കൈ പതിച്ച് അവർക്ക് കാവലാളായി കിടന്നിരുന്ന നായയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ആ നായ, അവരുടെ നായ, കൽബുഹും, അവരുടെ നായ കൈ പതിച്ച് അവരുടെ ഗുഹാമുഖത്തിരുന്നിരുന്നു എന്ന് തന്നെ അല്ലാഹു പറയുന്നത്. ഇനി ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്തുണ്ട്, 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 4-ാമത്തെ സൂക്തം. യസ്അലൂനക മാദാ ഉഹില്ല ലഹും ഖുൽ ഉഹില്ല ലക്കും ത്വയ്യിബാത്ത്. താങ്കളോട് അവർ ചോദിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്? ഉഹില്ല ലക്കും ത്വയ്യിബാത്ത്, താങ്കൾ പറയണം നല്ലതൊക്കെ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഒമാ അല്ലംതും മിനൽ ജവാരിഹി, ഒമാ അല്ലംതും മിനൽ ജവാരിഹി, വേട്ടയാടി കൊണ്ടുവരുന്ന, നിങ്ങൾ പഠിപ്പിച്ച നായ നിങ്ങൾക്ക് വേട്ടയാടി കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ പഠിപ്പിച്ച നായ എന്നല്ല, നിങ്ങൾ പഠിപ്പിച്ച വേട്ടജന്തുക്കൾ, നിങ്ങൾ പഠിപ്പിച്ച വേട്ടജന്തുക്കൾ പിടിച്ചു കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് നൽകാം, നിങ്ങൾക്ക് കഴിക്കാം. മുകല്ലിബീന തഅല്ലമൂനഹുന്ന മിമ്മ അല്ലമക്കുമുല്ലാഹ്, അത് അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചതിൽ നിന്ന് നിങ്ങൾ അതിനെ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് ആ പഠിച്ച നായ പിടിച്ചു കൊണ്ടുവന്നത് നിങ്ങൾക്ക് തിന്നാം. ഫകുലൂ മിമ്മ അംസക്ന അലൈക്കും, അത് നിങ്ങൾക്ക് വേണ്ടി പിടിച്ചു കൊണ്ടുവന്ന് തന്നതാണല്ലോ. ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി പിടിച്ചു കൊണ്ടുവന്ന് തന്നതാണല്ലോ. ഉദ്കുറുസ്മല്ലാഹി അലൈഹി, അവയുടെ മേൽ നിങ്ങൾ ബിസ്മി ചൊല്ലണം. വത്തഖുല്ലാ, ഈ നിയമം നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു എളുപ്പം കണക്ക് നോക്കുന്നവനാണ്. ഇത് വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 4-ാം സൂക്തമാണിത്. ഇതിനകത്ത് എല്ലാ മുഫസ്സിറുകളും, എല്ലാ പണ്ഡിതന്മാരും, മദ്ഹബിന്റെ പണ്ഡിതന്മാരും അല്ലാത്ത മുഫസ്സിറുകളും ഈ വേട്ട ജീവികളിൽ പട്ടിയെയും പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നായ, പരിശീലിപ്പിക്കപ്പെട്ട നായ വേട്ടയാടി കൊണ്ടുവന്ന് തന്നാൽ നമുക്കത് തിന്നാം. അതിനകത്ത് ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. കൽബ് എന്ന പദത്തിൽ നിന്നാണ് ഇതിനകത്തുള്ള മുക്കല്ലിബ് എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. മുക്കല്ലിബ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് നായയെ വേട്ടയാടാൻ പഠിപ്പിക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് മുക്കല്ലിബ്. ഇതിനകത്തല്ല പ്രയോഗിച്ചുള്ള മുക്കല്ലിബീൻ. പിന്നീട് ആ പദപ്രയോഗം ഏത് ജീവിയെ പരിശീലിപ്പിക്കുന്ന ആൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. ആദ്യകാലത്ത് അത് ഉപയോഗിച്ചിരുന്നത് നായയെ പരിശീലിപ്പിക്കാൻ വേണ്ടി, നായയെ പരിശീലിപ്പിക്കുന്ന ആൾക്ക് ഉപയോഗിച്ചിരുന്ന പദമാണ്. ഇന്നും നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ, മുക്കല്ലിബ് എന്ന് നോക്കിയാൽ നായയെ പരിശീലിപ്പിക്കുന്നവൻ എന്നാണ് അതിനകത്തുള്ളത്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കപ്പെട്ട നായ പിടിച്ചുകൊണ്ട് വന്നാൽ, എങ്ങനെ പിടിച്ചുകൊണ്ട് വന്നാൽ, പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അത് ചത്തിരിക്കുകയാണെങ്കിലും നമുക്കത് തിന്നാം, നമുക്കത് തിന്നാം. ഇനി നമ്മൾ പരിശീലിപ്പിച്ച നായൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായയാണ്. ആ നായ പോയി പിടിച്ചു കൊണ്ടുവന്ന് തന്നാലും അപ്പം അതിന് ജീവൻ ഉണ്ടാകണമെന്നൊരു കണ്ടീഷനുണ്ട്. എങ്കിൽ അത് അറുത്ത് നിങ്ങൾക്ക് തിന്നാം. നിങ്ങൾ ഹദീസുകളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ എല്ലാ ഹദീസുകളുടെ ഗ്രന്ഥത്തിലും കിതാബു സയ്യിദ് എന്ന് പറയുന്ന ഒരു അധ്യായം കാണാം. എന്താ അതിൻ്റെ ആ അധ്യായത്തിൻ്റെ പേര്? വേട്ടയുടെ അധ്യായം, വേട്ടയെ പരാമർശിക്കുന്ന അധ്യായം. ആ വേട്ടയെ പരാമർശിക്കുന്ന അധ്യായത്തിൽ ബുഖാരിയിൽ, മുസ്ലിമിൽ, തുർമുദിയിൽ, അബൂദാവൂദിൽ ഒക്കെ നമുക്ക് ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. അള്ളാഹ് പറഞ്ഞതാണ്, മറ്റേത് ഞാൻ ഉദ്ധരിച്ചത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കേട്ടോളൂ നിങ്ങൾ. അദീ ബിൻ ഹാത്തിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇദാ അർസൽത കൽബക, നീ നിന്റെ നായയെ പറഞ്ഞു വിടുമ്പോൾ, നായയെ പറഞ്ഞു വിടുമ്പോൾ എന്നല്ല, നിന്റെ നായയെ പറഞ്ഞു വിടുമ്പോൾ. ഈ സഹാബിക്ക് അപ്പൊ നായ ഉണ്ടായിരുന്നില്ല അതിനർത്ഥം. അതിനർത്ഥം ഈ സഹാബി നായയെ വളർത്തിയിരുന്നു എന്നല്ലേ. ഫുദ്കുസ്മല്ലാ, ബിസ്മി ചൊല്ലി പറഞ്ഞു വിടണം. ബിസ്മി ചൊല്ലി വേണം ആ നായയെ പറഞ്ഞു വിടാൻ. ഫൈൻ അംസക അലൈക, എന്നിട്ട് അത് പിടിച്ചുകൊണ്ടുവന്ന് തന്നു.
ഫഅദ്റക്തഹു ഹയ്യൻ ഫദ്ബഹുഹു, പിടിച്ചുകൊണ്ട് വരുമ്പോൾ ജീവൻ ഉണ്ടെങ്കിൽ അതിനെ നീ അറുക്കണം, ബിസ്മി ചൊല്ലി അറുക്കണം. വൈൻ അദ്റക്തഹു ഖദ് ഖതല വലം യഅകുൽ മിൻഹു ഫകുൽഹു, അതിനകത്ത് നിന്ന് ഈ നായ ഭക്ഷിച്ചിട്ടില്ല, പക്ഷേ ആ ജീവി ചത്തുപോയി എങ്കിൽ നിനക്ക് കഴിക്കാം. അതേസമയം നായ അതിനകത്ത് ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് കഴിക്കാൻ പറ്റില്ല. പരിശീലിപ്പിക്കപ്പെട്ട നായ ഒരിക്കലും അതിനകത്ത് കഴിക്കില്ല. അങ്ങനെ കൊണ്ടുവന്ന് തന്നാൽ ചത്തതാണെങ്കിലും നമുക്കത് തിന്നാം. നമ്മൾ മനസ്സിലാക്കേണ്ടതേ, അസ്ഹാബുൽ കഹ്ഫ്, ഔലിയാക്കൾ എന്ന് നമ്മൾ പറയുന്ന അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായയും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ നായയും നസീറത്താത്ത രക്ഷിച്ച നായയും നമ്മുടെ നാട്ടിലെ നായയൊക്കെ നായ തന്നെയാണ്. ബാക്കിയൊക്കെ ആട്ടിൻകുട്ടിയും നമ്മുടെ നാട്ടിലുള്ളതൊക്കെ നമ്മൾ പറയുന്ന പട്ടിയല്ല, എല്ലാം പട്ടി തന്നെയാണ്, എല്ലാം നായ തന്നെയാണ്. എല്ലാറ്റിൻ്റെ വായിൽ നിന്നും വെള്ളമൊലിക്കും, എല്ലാം ഇങ്ങനെ ജീവിക്കുന്ന ജീവികളാണ്. ഈ നായയെ പറഞ്ഞു വിടുമ്പോൾ ഈ നായ കാട്ടി ചെന്നിട്ടും കൊടിലുപയോഗിച്ചല്ലല്ലോ ജീവിയെ പിടിക്കുന്നത്. ഒരു കൊടിൽ നീട്ടിയിട്ട് ആ കൊടിൽ കുത്തിയല്ലല്ലോ ജീവിയെ കൊണ്ടുവന്നത്. മാത്രമല്ല, കിട്ടിക്കഴിഞ്ഞ ജീവിനെ കക്ഷത്തിൽ വെച്ചും അല്ലല്ലോ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കിറ്റിലിട്ടും അല്ല കൊണ്ടുവരുന്നത്. പിന്നെ എങ്ങനെ കൊണ്ടുവരുന്നത്? ഇവർ പറയുന്ന നായയുടെ വെള്ളമൊലിക്കുന്ന നാക്ക് വച്ച് കടിച്ചു പിടിച്ച് പല്ലും നാവും ചുണ്ടും ഒക്കെ ഒന്നിച്ചുപയോഗിച്ച് കടിച്ചാണ് ഈ യജമാനൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതിനെ തിന്നാന്നാണ് അതിനെ സൃഷ്ടിച്ച പടച്ചാമ്പുരാൻ പറഞ്ഞത്. അതിനെ തിന്നാന്നാണ് പറഞ്ഞത്. ഏത്? ആ സലൈവയൊക്കെ ഒട്ടിപ്പിടിച്ച് രക്തം നമുക്കറിയാലോ, പിടിക്കുമ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പൊത്തിപ്പിടിക്കല്ലല്ലോ ചെയ്യണത്, പിടിച്ച് കടിച്ചാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ ബ്ലഡ് ഒഴുകും, പിന്നെ ഇതിൻ്റെ നാവിലെല്ലാം ഒഴുകും. ഇവരെന്തൊക്കെ പറഞ്ഞാണോ നമ്മളെ പേടിപ്പിക്കുന്നത്, ആ പേടിപ്പിക്കുന്നതൊക്കെ അതിനകത്ത് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അപ്പം ഈ ഇറച്ചി എങ്ങനെ തിന്നും? ഈ ഇറച്ചി എങ്ങനെ നമ്മൾ തിന്നും? നമ്മൾ മറിച്ച് വെച്ചിരിക്കുന്ന മസാല അനുസരിച്ച് 7 പ്രാവശ്യം കഴുകണം, അതിനകത്ത് മണ്ണിട്ട് കഴുകണം. ഈ ഇറച്ചി എങ്ങാനും മണ്ണിട്ട് കഴിയാനുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇതെങ്ങനെ നമ്മൾ തിന്നും? ഇത് പറയുന്നിടത്തൊന്നും ഇതിനെ വൃത്തിയാക്കുന്നതിൻ്റെ ഒരു മസാലയും നമുക്ക് കാണാൻ കഴിയില്ല. ഇത് മണ്ണിട്ട് കഴുകണമെന്നോ ഇത് എത്ര പ്രാവശ്യം കഴുകണമെന്നോ ഒന്നും പറയുന്നത് കാണാൻ നമുക്ക് പറ്റില്ല, ഇല്ല. ഒരു പ്രമുഖനായ പണ്ഡിതൻ ഒരു മസാല പറയുന്നത് നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. നമ്മൾ ആ ഇതിനകത്ത് ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ വാർത്ത എക്സ്ക്ലൂസീവ് വൈറലായി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻസ് ഒക്കെ നോക്കി അറിയാം, ഇത് മുസ്ലിങ്ങൾക്ക് പറ്റുമോ, മുസ്ലിങ്ങൾ അറാമല്ലേ, മുസ്ലിങ്ങൾക്ക് തൊടാൻ പറ്റുമോ, പിന്നെ എങ്ങനെയാണ് ഈ താത്ത ഇത് ചെയ്തത് എന്നൊക്കെ നിരന്തരമായി കമൻ്റ് അതിനകത്തുണ്ട്. അതാണ് നമ്മളിതൊരു വിഷയമാക്കാൻ തന്നെ കാരണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പറയുന്ന മസാല ഒന്ന് കേട്ടോളൂ. നിങ്ങളുടെ ഷൂസിൽ ഒരു പട്ടി കടിച്ചു, ഷൂസ് വലിയ വിലയുള്ള സാധനമാണ്. അപ്പൊ കടിച്ചാൽ നജസായി, കാരണം നാവും പല്ലും ഒക്കെ തൊട്ടിട്ടുണ്ട്. എന്നിട്ട് മൂപ്പര് പറയാണ്, ഇത് ഷൂസ് വില കൂടിയതാണ്, അതുകൊണ്ട് അതിനകത്തേക്കും വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റില്ല, മണ്ണൊന്നും ഇട്ട് കഴുകാൻ പറ്റൂല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് വൃത്തിയാകണമെന്നുണ്ടെങ്കിൽ 7 പ്രാവശ്യം കഴുകണം, അതിനകത്ത് 1 പ്രാവശ്യം മണ്ണിട്ട് കഴുകണം. ഏത്? 2000-3000 കൊടുത്ത് നോക്കണ ഷൂസ് മണ്ണിട്ട് കുഴച്ചു മറിച്ച് കഴുകണം എന്നാണ് ഈ പറയുന്നത്. ശരി, അങ്ങനെ കഴുകണമെങ്കിൽ അപ്പം ഇതിനേക്കാൾ ഒന്ന് കടിച്ചിട്ട് അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ടാവും. അതേസമയം കാട്ടിൽ പോയി, ദൂരത്തിൽ പോയി ഇതിനെ പിടിച്ച് കഴുത്തിൽ പിടിച്ച് രക്തമൊലിപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ ഇട്ട് പിടിച്ച് കടിച്ച് ഇതൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന ഈ ഇറച്ചിയോ അതെങ്ങനെയാണ് കഴുകേണ്ടത്? ഈ പറഞ്ഞ പോലെ മണ്ണിട്ട് കഴുകുമോ? എന്താണ് ഈ പറയുന്നത്? അതാണ് നമ്മൾ മനസ്സിലായി. വേറെ ഉണ്ട്. ഇത് ഈ നായ 7 പ്രാവശ്യം കഴുകണം, 1 പ്രാവശ്യം മണ്ണിട്ട് കഴുകണം എന്നതിനെയൊക്കെ ബലപ്പെടുത്താൻ വേണ്ടി നമ്മൾ പറയുന്നത് ഒരു കാര്യമുണ്ട്. നായയുടെ നാവിൽ നിന്ന് ഒഴുകുന്നതിൽ ഒരുപാട് വൈറസ് ഉണ്ട്, ഒരുപാട് ബാക്ടീരിയ ഉണ്ട്, ഒരുപാട് എക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല, ഞാൻ അതിനൊന്നും നിഷേധിക്കുന്നില്ല. ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പൊക്കി മേളിലേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഖുർആന് വിരുദ്ധാവില്ലേ? ഇവർ പറയുന്നത്രയും അപകടകരമായ സംഗതികൾ ഇതിൻ്റെ നാവിലുണ്ടെങ്കിൽ ഉണ്ടാവാം, ബാക്ടീരിയ ഉണ്ടാകാം, വൈറസ് ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത് നമ്മൾ മറുപടി പറയേണ്ടത് അള്ളാഹ് പറഞ്ഞതിന് എന്ത് മറുപടി അപ്പോൾ പറയുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് മറുപടി എന്ത് പറയുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ മദ്ഹബിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ മദ്ഹബുകളിൽ 4 മദ്ഹബുകളിൽ 3 മദ്ഹബിൻ്റെ ഇമാമുകളും ജനിച്ചത് എവിടെയെന്നറിയാമോ? ഒരാൾ ജനിച്ചത് പിന്നെ കൂഫയിലാണ്, മദീനയിലും മക്കയിലും അല്ല. ഒരാൾ ജനിച്ചത് ബാഗ്ദാദിലാണ്, മദീന മക്കയിലും അല്ല. ഒരാൾ ജനിച്ചത് എവിടെയാണ്? ഫലസ്തീനിലാണ്, മദീന മക്കയല്ല. മദീനയിൽ ജനിച്ച ഒരൊറ്റ ഇമാമേ ഉള്ളൂ, ഇമാം മാലിക് റഹ്മഹുല്ല. അദ്ദേഹം ജനിച്ചത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 73 കൊല്ലം കഴിയുമ്പോഴാണ് ജനിച്ചത്.
ആ ഇമാമിന്റെ നിലപാട് എന്താണെന്നറിയോ? പ്രവാചകന്റെ നാട്ടിൽ ജനിച്ച ഇമാമാണ് ഇമാം മാലിക്. അദ്ദേഹം മാത്രമേ പ്രവാചകന്റെ നാട്ടിൽ ജനിച്ചിട്ടുള്ളൂ. ആ ഇമാമിന്റെ അഭിപ്രായത്തിൽ നായ നജസല്ല. നായ നജസല്ല. ഷാഫി മദ്ഹബിൽ എന്താണ്? നായ വീര്യം കൂടിയ നജസാണ്, മുഹല്ലലായ നജസാണെന്നാണ് പറയുന്നത്. ഇമാം മാലിക് എന്താ പറയുന്നതെന്ന് അറിയാമോ? പ്രവാചകന്റെ നാട്ടിൽ ജനിച്ച ഇമാമ്, അദ്ദേഹം പറയുന്നത് നായ നജസല്ല. അദ്ദേഹം ആ നായ നമ്മുടെ പാത്രത്തിൽ തലയിട്ടാൽ ആ വെള്ളം മലിനമാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഏത് ഇസ്ലാമാണ്? അതേപോലെ തന്നെ ഇമാം മാലിക്കിന്റെ നിലപാടെന്നറിയാമോ? നായ നജസല്ല എന്ന് മാത്രമല്ല, ഇമാം മാലിക്കിന്റെ മദ്ഹബിൽ നായ മാംസം വരെ തിന്നാം. ഇമാം അബു ഹനീഫ പ്രവാചകനോട് ഏറ്റവും അടുത്ത് ജനിച്ച മദ്ഹബിന്റെ ഇമാമാണ് ഇമാം അബു ഹനീഫ. അദ്ദേഹം പറയുന്നതെന്നറിയാമോ? ഇനിയിപ്പോൾ പട്ടി തൊട്ടാൽ തന്നെ കഴുകണമെങ്കിൽ നമ്മൾ സാധാരണ നജസൊക്കെ തൊടുമ്പോൾ നമ്മൾ കഴുകൂലേ, അതേപോലെ കഴിയാൽ മതി എന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. ഖുർആനും സുന്നത്തിലും പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, നായയെ തൊടുന്നതോ നായയെ തലോടുന്നതോ നായ മുട്ടുന്നതോ ഒന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മളിങ്ങനെ ഒസുവാസിലൊന്നും അകപ്പെട്ട് കഴിയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇത്രയും ഉപകാരമുള്ള ഒരു ജീവിയെ, ആ ജീവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കഴിവ് കൊടുത്ത് അതിനെ നിങ്ങൾ പരിശീലിപ്പിച്ച് ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞ ജീവിയെ തൊടുമ്പോഴേക്കും പോയി 7 പ്രാവശ്യം കഴുകണം, മണ്ണിട്ട് കഴുകണം, അതിലൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്ത് യുക്തി അതിൻ്റെ പുറകിലുള്ളത്? ഒരു യുക്തിയും അതിൻ്റെ പുറകിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലും നമുക്ക് കാണാൻ കഴിയില്ല നായയെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം എന്ന ഒരു ഹദീസ് ഗ്രന്ഥത്തിലില്ല. നായയെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം എന്ന് പറയുന്ന ഒരു ഹദീസും ഇല്ല. ഉള്ള ഹദീസ് പോലും നമുക്ക് മനസ്സിലാകുന്നത് നായ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ തലയിട്ടാൽ അത് കഴുകണം എന്ന് പറയുന്ന ഹദീസാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുള്ളൂ. അല്ലാതെ തൊട്ടാൽ മുട്ടിയാലൊക്കെ കഴുകി ഓടിപ്പോയി കഴുകി 7 കുളത്തിൽ കുളിച്ച് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു സാധനമല്ല ആ ജീവി എന്ന് പറയുന്നത്. അതുകൊണ്ട് നായ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രത്തിൽ അസ്പൃശ്യമായ ഒരു ജീവിയല്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇപ്പം ഇതൊക്കെ കേട്ടിരിക്കുന്ന ആളുകൾ ഇനിയിപ്പോൾ നാളെ മുതൽ ഒരു നായേനെ വാങ്ങി വളർത്താം എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ ഏതെങ്കിലും ഒരു നായേനെ കാണുമ്പോൾ വരിക്കുട്ടി എടുക്കാം അതിനും നമ്മൾ പോകണം എന്ന് ഞാൻ പറയുന്നില്ല. ഈ ജീവിക്ക് അള്ളാഹു കൊടുത്ത കഴിവ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് ആ ജീവിയെ വളർത്താം. അനാവശ്യമായിട്ട് ഈ ജീവിയെയല്ല ഒരു ജീവിയെയും വളർത്താൻ പാടില്ല. അത് പൂച്ചയാണെങ്കിലും ഒരുപാട് വിലയൊക്കെ കൊടുത്ത് തങ്ങളുടെ അന്തസ്സ് നിലനിർത്താൻ വേണ്ടി പൂച്ചയെയും വളർത്താൻ പാടില്ല. പിന്നെ ഈ സാധനങ്ങളൊക്കെ കടിച്ചാൽ നമ്മൾ സൂക്ഷിക്കണം. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇത് പറയുമ്പോൾ ഇനി ഇതൊന്നും നോക്കാനില്ല, വീട്ടിലൊക്കെ നാളെ മുതൽ അത്യാവശ്യം പട്ടീനെയൊക്കെ മേടിച്ച് വളർത്താം, എല്ലാ പട്ടീനെയും കയറി തൊടാം, പിടിക്കാം എന്നതൊക്കെ നമ്മുടെ സേഫ്റ്റിയും നമ്മുടെ സുരക്ഷിതത്വവും ഒക്കെ നോക്കി വേണം ഇതൊക്കെ ചെയ്യാൻ. ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മദ്ഹബിന്റെ മസലകൾ പറഞ്ഞ് നമ്മെ ആളുകൾ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ആകപ്പാടെ കൺഫ്യൂഷൻ ആക്കുന്നു. ഈ ഒരു നാട്ടിലൊക്കെ ജനിച്ച ആൾക്കാണല്ലോ ആ നാട്ടിലെ അവസ്ഥ കൂടുതൽ അറിയാൻ പറ്റുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്ന മക്കയും മദീനയുമാണ്. ആ മദീനയിൽ ജനിച്ചതാണ് ഇമാം മാലിക്. അദ്ദേഹത്തിനാണല്ലോ ആ നാട്ടിലെ ജനങ്ങൾ പട്ടിയെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. അദ്ദേഹം പറയുന്നു നായ നജസല്ല, അത് വെള്ളത്തിൽ തലയിട്ടാൽ വെള്ളം മലിനമാവില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മദ്ഹബിലാണ് നായ മാംസം അനുവദനീയമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നാഗാലാൻഡ് നോക്കൂ, അവിടെ നായയെ മാംസം വ്യാപകമായി തിന്നുന്ന ആളുകളെ നമുക്ക് കാണാം. ഇത് ഇമാം മാലിക് പറഞ്ഞതാണ്. ആദ്യത്തെ കോഡിഫൈഡ് ഹദീസ് ഗ്രന്ഥത്തിന്റെ വാക്താവാണ് ഇമാം മാലിക് റഹ്മഹുല്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് വിഷയത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.